വന്നിട്ടുള്ളതാണ്. പാസില്ലാതെ ശാന്തിമഠത്തിന് മുകളിലേക്ക് കയറിയിട്ടുള്ളവർ എത്രയും വേഗം ഇറങ്ങിക്കൊടുക്കേണ്ടതാണ്. മണപ്പാട് നിന്നും വന്നിട്ടുള്ള അനന്തു, ശിവ തേജസ് എന്നിവരും കൂട്ടം തെറ്റിയിട്ടുണ്ട്. എത്രയും വേഗം വീട്ടിൽ എത്തിച്ചേരുവാൻ രക്ഷിതാക്കൾ നിർദ്ദേശിക്കുന്നു. മണപ്പാട് നിന്നും എത്തിയിട്ടുള്ള അനന്തു, ശിവ തേജസ് എന്നിവർ എത്രയും വേഗം വീട്ടിൽ എത്തിച്ചേരണമെന്ന് രക്ഷിതാക്കൾ അറിയിക്കുന്നു. തളിക്കുളത്ത് നിന്നും വന്നിട്ടുള്ള മീനാക്ഷി എന്ന 8 വയസ്സുള്ള ചെറിയ കുട്ടിയെ കൂട്ടം തെറ്റിയിരിക്കുന്നു. കുട്ടിയെ കണ്ടെത്തുന്നവർ എത്രയും വേഗം പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കേണ്ടതാണ്. കറുത്ത ടീഷർട്ടും പാന്റുമാണ് കുട്ടിയുടെ വസ്ത്രം. പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അവരുടെ രക്ഷിതാക്കൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് എത്തേണ്ടതാണ്. കൂട്ടം തെറ്റിപ്പോയ 8 വയസ്സുള്ള മീനാക്ഷി എന്ന കുട്ടി പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ രക്ഷിതാക്കളെ കുട്ടിയെ കൊണ്ടുപോകുന്നതിനായി പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. ഉത്സവപ്രേമികളെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ക്ഷേത്രമുറ്റത്ത് തിരക്ക് വർദ്ധിച്ചു വരികയാണ്. തിരക്കിനിടയിൽ ചെറിയ കുട്ടികളെ കൈവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മോഷണ സാധ്യത കൂടുതലാണെന്ന് പോലീസ് അധികാരികൾ നിർദ്ദേശം നൽകുന്നു. ചെറിയ സംഭവങ്ങൾ പോലും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വർണ്ണാഭരണങ്ങളും മൊബൈലും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികളുടെ മേലുള്ള സ്വർണ്ണാഭരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റുന്ന ഈ വർഷത്തെ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്രോത്സവത്തിൽ 33 ആനകളാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നിട്ടുള്ളത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് മാറ്റ കൂട്ടിക്കൊണ്ട് ക്ഷേത്രമുറ്റത്ത് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ പ്രമാണത്തിലുള്ള പാണ്ഡിമേളം അരങ്ങേറുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പ് അവസാനിച്ചതിന് ശേഷം KPR നഗർ, ഓം ശക്തി, ഗോൾഡൻ മൈതാനം, വീരസവർക്കർ, ഷൂട്ടേഴ്സ്, മണപ്പാട് എന്നീ ഉത്സവ കമ്മിറ്റികളുടെ കാവടി, തെയ്യം എന്നിവ ക്ഷേത്ര മുറ്റത്തേക്ക് എത്തിച്ചേരുന്നു. തളിക്കുളം ഇടശ്ശേരിയിൽ നിന്നും